കൊച്ചി എന്തുകൊണ്ടാണ് കേരളത്തിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന NRIസിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളത്? ലൈഫ് സ്റ്റൈൽ ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, കൺസിസ്റ്റന്റ് ഡെവലപ്മെന്റ്, ഇതൊക്കെ നോക്കിയാൽ കേരളത്തിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ മനസ്സിൽ ആദ്യം വരിക കൊച്ചി തന്നെ. കൊച്ചി വളർന്നു വരുന്ന ഒരു കൊമേഴ്ഷ്യൽ ഹബ് കൂടിയാണല്ലോ. സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ആയിട്ട് കേരളത്തിൽ സെറ്റിൽ ആകുന്ന ഇഷ്ടംപോലെ NRIs ഉണ്ട്. NRI സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർക്ക് വേണ്ടത് സ്റ്റേബിൾ ആൻഡ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ്സ് കൂടുതൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ആണോ അതോ കൊമേഴ്ഷ്യൽ ഹബ്സ് അല്ലെങ്കിൽ റെന്റൽ ഇൻകം കിട്ടുന്ന പ്രോപ്പർട്ടീസ് ആണോ? റെസിഡൻഷ്യൽ പ്രോജക്ട്സിൽ തന്നെ റെന്റൽ ഇൻകം കിട്ടുന്ന ഓപ്ഷൻസ് ആണ് അവർ കൂടുതൽ നോക്കാറ്. NRIs എല്ലാം മാർക്കറ്റ് വാല്യൂ കൂടുന്നതിന് മുമ്പ് തന്നെ അപ്പാർട്ട്മെന്റ്സ് വാങ്ങിയിടുന്നവരായിരിക്കും. മേ ബി റിട്ടയർഡ് ആകുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പ്ലാൻ. അതുവരെ അതിനെ ഒരു റെന്റൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയെങ്കിൽ അവരൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? NRIs ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൊക്കേഷന്റെ റെന്റൽ ഡിമാൻഡ് എത്രയാണെന്നാണ്. കൊച്ചിയിലെ IT ഹബ്സ്, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ സോൺസ്, ഇതിന്റെയൊക്കെ ചുറ്റുപാടിലുള്ള പ്രോപ്പർട്ടീസിന് റെന്റൽ ഡിമാൻഡ് പൊതുവെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ലൊക്കേഷനിലാണ് അബാദ് വുഡ്സ് പാർക്കും സൺറൈസ് പാർക്കും ഉള്ളത്.